സർ ആദ്യം ചോദിക്കട്ടെ, എവിടെയാണ് സാറിൻ്റെ നാട്, സാറിൻ്റെ പഠനം അതൊക്കെ എവിടെയായിരുന്നു? എൻ്റെ സ്വദേശം ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ജില്ലയിൽ. പഠിച്ചത് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ, സ്കൂളിംഗ് എല്ലാം അവിടെയായിരുന്നു. ഓക്കെ. അതിനുശേഷം ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, പിന്നീട് മാസ്റ്റേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്, ഷിപ്പ് ഫൈനാൻസ് ഫ്രം വേൾഡ് മരിടൈം യൂണിവേഴ്സിറ്റി, സ്വീഡൻ. പിന്നെ അതിനുശേഷം ഞാനൊരു 8 വർഷത്തോളം സെയിൽ ചെയ്തു ആസ് മറൈൻ എഞ്ചിനീയർ. ഓക്കെ. പിന്നെ ചീഫ് എഞ്ചിനീയർ ലൈസൻസ് ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ IMU ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് മെറിടൈം മാനേജ്മെൻറ്റിൽ PhD ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് വിശേഷണങ്ങളുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു മെറൈൻ എഞ്ചിനീയർ ആയിട്ടുള്ള സാറ് എങ്ങനെയാണ് ഈ വെയിൽ സ്പോർട്ട് എന്നൊരു സംരംഭത്തിലേക്ക് എത്തിയത്? ആ സ്റ്റോറി ഒന്ന് പറയാമോ? വെയിൽ സ്പോർട്ട് എന്നുള്ളൊരു ആശയം എൻ്റെ മുന്നിലേക്ക് വന്നത് ഐ വാസ് ഇൻസൾട്ടഡ്. ഒരു റീറ്റെയിൽ ചെയിൻ, ഞാൻ പേര് പറയുന്നില്ല, അവിടെ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയതാണ്. പർച്ചേസ് ചെയ്തു, ഞാനൊരു 3600 റുപ്പീസിന് പർച്ചേസ് ചെയ്തു. അതിനുശേഷം ഓക്കെ ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ അവിടെ ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ പയ്യൻ പറയാണ്, സാർ ഒരു 400 റുപ്പീസിന് കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫർ കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഓക്കെ, ലൈക്ക് എനി അതർ കസ്റ്റമർ, ഞാൻ ഓക്കെ ഒരു 400 കൂടി ഞാൻ പേ ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ എടുത്തുള്ള ഒരു ഷെൽഫിൽ നിന്ന് ഞാനൊരു ആവശ്യമില്ലാതെ ഒരു ലെതർ വാലറ്റ് വാങ്ങിച്ചു, 400 റുപ്പീസ്. ഓക്കെ, then I rounded off. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതൊന്നും ഓർമ്മ വരില്ല അല്ലേ? ഇല്ല, ഞാൻ അവിടെ ആക്ച്വലി ഞാൻ കമ്പൽഡ് ആവുകയാണ് ചെയ്തത്. അതെ അതെ. എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഞാൻ പോയി വാങ്ങി, ഒരു ലെതർ വാലറ്റ് വാങ്ങി. പിന്നെ ഞാൻ എൻ്റെ ബില്ല് 4000 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ ലൈനിൽ നിന്ന് ചെന്ന് ബില്ല് എല്ലാം പേ ചെയ്തതിന് ശേഷം അവൻ എനിക്കൊരു സ്ക്രാച്ച് കാർഡ് എടുത്ത് തന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ കോയിൻസ് ഒന്നുമില്ല. പിന്നെ ഞാൻ നികത്തുകൊണ്ട് അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും. ഓക്കെ, അതൊരു ബെറ്റർ ലക്ക്. ഇത് ഒരുപാട് പേര് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതെ, നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ മണി ഇത്രയും നമ്മൾ അവിടെ കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെയാണ് ലോയൽറ്റി ആൻഡ് റിവാർഡ് പ്രോഗ്രാംസ്. ഇത് റീറ്റെയിൽ ചെയിൻസിൻ്റെ അവർക്ക് റിക്കറിങ് കസ്റ്റമർ ബേസ് റിട്ടേൺ ചെയ്യാനുള്ള ജസ്റ്റ് ഗിമ്മിക്സ് മാത്രമായിട്ടാണ് ഈ ലോയൽറ്റി ആൻഡ് റിവാർഡ് പ്രോഗ്രാംസ് അവർ കൊണ്ടു നടക്കുന്നത്. ജസ്റ്റ് എ ഗിമ്മിക്സ്. അപ്പം എന്തുകൊണ്ട് ഇവർ തരുന്ന റിവാർഡ്സ് ഇതെല്ലാം ഒരു വാല്യൂ ഉണ്ടല്ലേ, ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട് അതിന്. ഇത് പോട്ടെ, ഒരു 150 രൂപയാവട്ടെ, 200 രൂപയാവട്ടെ, അതിനത്രയും വാല്യൂ ഉണ്ട്. ഇത് റിഡീം ചെയ്യാനായിട്ട് അവർ പറയുന്ന ടൈമിന്, അവർ പറയുന്ന ഡേറ്റിന്, പിന്നെ അവർ പറയുന്ന എമൗണ്ടിന് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് കൺസ്യൂമർ കമ്പൽഡ് ആവുകയാണ്. കാരണം നമുക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, കയ്യിൽ ഇത്രയും റിവാർഡ് പോയിന്റ്സ് ഇരിക്കുകയാണ്, എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ അവിടെ ചെല്ലണം, എനിക്ക് വാങ്ങിക്കണം. ഞാൻ അത് വാങ്ങിക്കാൻ ശരിക്കും ഒരു നെസസിറ്റി ഉണ്ടാവില്ല വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് 100-150 രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് ഒരു 1500-2000 ചെലവാക്കി പോകും. ഓഫറുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? 150 രൂപയുടെ ഓഫർ ഉണ്ടെന്ന് പറയും, പക്ഷെ നമ്മൾ ചെന്ന് വാങ്ങിച്ചുമ്പോഴേക്ക് ഒരു 1500 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി ഒരു ഷോപ്പിന്റെ തന്ത്രം അതാണ്, നമ്മൾ വീണു പോകുന്നതും അതിലാണ്. ഓഫർ അല്ലെങ്കിൽ റിഡീം ഇങ്ങനത്തെ കാര്യങ്ങളാണ് വീണു പോകുന്നത്. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഈവൻ ബിഗ് ജയൻസ് ആയ ഗൂഗിൾ പേ, നമുക്ക് പേയ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പിന്നെ വേറെ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടഡ് ഓഫേഴ്സ് കിട്ടും. 12,000 രൂപയുടെ എന്തെങ്കിലും നമുക്ക് 10,000 രൂപയ്ക്കോ 8,000 രൂപയ്ക്കോ കിട്ടും. അത് കാണുമ്പോൾ സാധാരണക്കാരൻ എന്താ വിചാരിക്കുക, ഓക്കെ എനിക്കത് ഇപ്പോൾ കിട്ടണം വാങ്ങിക്കും. അതിലൊരു അറൗണ്ട് 40% ആൾക്കാരും അത് വാങ്ങിച്ചിരിക്കും, ആവശ്യമില്ലെങ്കിലും അത് വാങ്ങിച്ചിരിക്കും. അപ്പോൾ ഒരു മന്തിൻ്റെ ആകുമ്പോൾ ഓക്കെ, നമ്മുടെ എഴുതി വെക്കുന്നവരാണെങ്കിൽ, ഡെയിലി ചിലവുകൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ അപ്പോൾ ചിന്തിക്കും ഞാനത് വെറുതെ വാങ്ങിച്ചു എന്നുള്ളത് അല്ലേ. പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ.
ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡായി, പേയ്മെൻറ്റ്സ് എല്ലാം ഡിജിറ്റലൈസ്ഡായി. പണ്ട് ഒരു പേഴ്സിൽ ഒരു 3000 രൂപ ATM നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സിൽ 3000 രൂപയുണ്ട്. അത് ഒരു 100 രൂപ ചിലവാക്കുമ്പോഴും എൻ്റെ ഞാൻ മൈൻഡിൽ എൻ്റെ ലെഡ്ജറിലുണ്ടാവും. എന്ന് വെച്ചാൽ ഓക്കെ എൻ്റെ ഇത്രയും രൂപ ബാക്കിയുണ്ട് എന്നുള്ളത് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എല്ലാം ഫിംഗർ ടിപ്പിലായപ്പോൾ എവിടെ ചെന്നാലും ഫോണിൽ നിന്ന് കാണിച്ചാൽ മതി. ഈ ഫോണിൽ നിന്ന് മണി ഔട്ട്ഫ്ലോ ആണ്. അറിയുന്നില്ല. മന്തിൻ്റെ ആവുമ്പോൾ നമ്മൾ ലോ ബാലൻസ് ഇത് അലർട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇത്രയും ചിലവായി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത്. പിന്നെ അതൊരു പോയിന്റ്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ചെറുകിട കച്ചവടക്കാരൻ അവന് എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ ആയിട്ട് എവിടെ അഡ്വർടൈസ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പോൾ ചെറുകിട കച്ചവടക്കാരൻ ഇപ്പോൾ പണ്ടത്തെ കൺവെൻഷണൽ രീതി അനുസരിച്ച് പത്രത്തിൻ്റെ ഇടയിൽ ഇത് ഫ്ലയേഴ്സ് ഇടാം, പോസ്റ്റേഴ്സ് ഇടാം. അപ്പോൾ ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്യണതിൽ 3 രൂപ 5 രൂപ തൊട്ട് തുടങ്ങും. അത് ഈ പത്രത്തിൻ്റെ ഇടയിൽ വരുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും, അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും, പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ അമ്മമാരെന്താ ചെയ്യുക? അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടി, പത്രം കീറണ്ട, അത് 2 മടക്കി പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ കോരാം, അല്ലേ? അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഇരുന്ന് വായിക്കാൻ ആരും നോക്കുന്നില്ല. പിന്നെ വേറെ ഉള്ളത് മെറ്റ ആഡ്സിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം വെച്ച് ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ ആവറേജ് ഒരു 3 rupees പെർ ലീഡ് സ്പെൻഡ് ആവുന്നുണ്ട്. ഓക്കെ, ഒരാളത് ആ ലീഡ് ക്ലിക്ക് ചെയ്തു, കണ്ടതിന് ശേഷം പുള്ളി വന്ന് അവിടെ പർച്ചേസ് ചെയ്യണം എന്നില്ല, ജസ്റ്റ് കണ്ടു, അത്രയേ ഉള്ളൂ. അതൊരു എഫക്റ്റീവ് അഡ്വർടൈസ്മെൻ്റ് അല്ല, ഒരു എഫക്റ്റീവ് പ്രൊമോഷൻ അല്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് വെയിൽസ് പോർട്ടിനേറ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വെയിൽസ് പോർട്ടിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ? നമ്മുടെ ചുറ്റുപാടുമുള്ള കടകൾ, അവർ സപ്പോസ് ചെറിയൊരു ഗ്രോസറി ഷോപ്പ്, അവിടെ പെറിഷബിളായിട്ടും പിന്നെ ഷെൽഫിൽ ഒരുപാട് ടൈമായിട്ട് ഇരിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം വിറ്റഴിക്കണം, ചെറിയ കച്ചവടക്കാരന് വിറ്റഴിക്കണം. അതിന് അവന് അഫോർഡബിൾ ആയിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് പ്ലാറ്റ്ഫോം വേണം, അവൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കാനായിട്ട്. ഇപ്പോൾ സപ്പോസ് ഒരു പലചരക്ക് കടയിൽ ഉരുളൻകിഴങ്ങ് മുള വരുന്നതിന് മുന്നേ കൊടുത്തു തീർക്കണം, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം അവൻ സഹിക്കേണ്ടി വരും. അപ്പം ഈ 15-20 രൂപ കിലോയ്ക്ക് വിലയുള്ള ഉരുളൻകിഴങ്ങ് വിറ്റഴിക്കാൻ അവൻ 500 അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ വെയിൽസ് പോർട്ടിൽ ജസ്റ്റ് ഒരു എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്, ഫോട്ടോ എടുക്കുന്നു, അതിൽ ടെക്സ്റ്റ് ആയിട്ട് 20 രൂപയുടെ ഇത് ഞാൻ അബൌട്ട് ടു എക്സ്പയർ ആണ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതൊരു 15 രൂപയ്ക്കോ 12 രൂപയ്ക്കോ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടുക. ഫേസ്ബുക്കിലെല്ലാവരും പോസ്റ്റ് ഇടുന്നില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അത് ചുറ്റുപാടുള്ള ആൾക്കാർക്കെല്ലാം ഇനാപ്പ് നോട്ടിഫിക്കേഷനായിട്ട് പോകും. അപ്പോൾ ഓക്കെ, ഒരു വീട്ടമ്മ അത് കാണാം, ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വാങ്ങിക്കുന്നേക്കാളും ഭേദമാണ് തൊട്ടടുത്ത ചേട്ടൻ്റെ കടയിൽ നിന്ന് ഇങ്ങനത്തെ ഇത് കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്, അത് അവിടെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഈ കടക്കാരൻ്റെ ലോസ് അവന് മിറ്റിഗേറ്റ് ചെയ്യാം. ഫ്രം കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരു നല്ലൊരു ഡീലായി.